നമസ്കാരം. CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ ഓരോ ഇടവുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ട ഇന്ന് ജില്ലാ സമ്മേളനം അവസാനിക്കുകയാണ്. ഏതായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ് പാർട്ടിക്ക് ചെകിട്ടത്ത് അടി കിട്ടിയതുപോലെ പെരിയ CBI കോടതിയുടെ വിധി വരുന്നത്. അപ്പോൾ അന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ചടങ്ങിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ 3-ാം തീയതിയോ 2-ാം തീയതിയോ വിധി വരുമല്ലോ, അന്ന് ഇതിൻ്റെ ബാക്കി പറയാം എന്നാണ് അന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. നാം ഇവിടെ പറയുന്നത് പത്തനംതിട്ട ജില്ലാ സമ്മേളനം, പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരം നൽകേണ്ട ഒരു ജില്ലാ സമ്മേളനമായിരുന്നു അത്. എന്തുകൊണ്ട് എന്നല്ലേ, പത്തനംതിട്ട ജില്ലയിലാണ് ഈ പറയുന്ന നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്, അദ്ദേഹം ജനിച്ചത്, അദ്ദേഹം വളർന്നത്, അദ്ദേഹത്തിന്റെ കുടുംബം. അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മലയാലപ്പുഴ മോഹൻ എന്ന നേതാവ് പറഞ്ഞ പ്രതികരണത്തിനെ അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, പാർട്ടിയെ ഒറ്റിക്കൊടുത്തു എന്ന് അവർ പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന ഒരു വേള ആദ്യം പറഞ്ഞ പോലൊരു കപടത വീണ്ടും MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. ഈ മരണം നടന്ന സമയത്ത്, നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണസമയത്ത് അന്ന് ഈ ഉദയഭാനു എന്ന പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി അവർക്കൊപ്പമാണ്, അവരുടെ കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കണ്ണൂർ ജില്ലാ ഘടകത്തിന് മുന്നിൽ ഈ പത്തനംതിട്ട ജില്ലാ ഘടകം തോൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കണ്ട് പുറത്തിറങ്ങി വന്ന ഈ പറയുന്ന ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, ഈ പത്തനംതിട്ട ജില്ലാ ഘടകത്തിൻ്റെ ഈ പറയുന്ന പ്രതിഷേധം അല്ലെങ്കിൽ PP ദിവ്യക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന് അവർ പറയുന്നത് കണ്ണൂരിന് മുന്നിൽ മുനയൊടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന ഗോവിന്ദ മാഷ് പറഞ്ഞത്, ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പത്തനംതിട്ടയെന്നോ കണ്ണൂരെന്നോ അങ്ങനെ ആർക്കും ഒരു അപ്രമാദിത്യം ഇല്ല എന്നാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത് വെറും പാഴ്വാക്കാണെന്ന് വിത്തിൻ മണിക്കൂറുകൾ, അത് പറഞ്ഞു കഴിഞ്ഞ ഒരു മണിക്കൂറുകൾക്കകം തന്നെ ഈ കേരള സമൂഹത്തിന് കാണാനായി. കണ്ണൂർ പാർട്ടിയിൽ ജില്ലയിൽ നിന്ന് സംസ്ഥാന സമിതിയിലെ അംഗങ്ങളായിട്ടുള്ളവർ PP ദിവ്യയെ എന്തു ചെയ്തു? PP ദിവ്യയെ ഒന്ന് തലോടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഇരുത്തി. അവരുടെ പാർട്ടി കമ്മിറ്റിയിൽ അവർക്ക് എവിടെ വേണോ ഇരുത്താം. അതൊന്നും ഈ കേരള സമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല. അതുപോലെ ഈ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഈ പറയുന്ന വിഷയം, അതായത് നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി ചോദ്യങ്ങൾക്കൊന്നും ഇവർ ഉത്തരം പറഞ്ഞില്ല. അവർ ആകെ മലയാലപ്പുഴ മോഹൻ പറഞ്ഞത് തെറ്റായി പോയി എന്നും ഒരു കേഡർക്ക് തെറ്റുപറ്റിയാൽ ആ കേഡറെ ചേർത്ത് നിർത്തേണ്ടതായിരുന്നു എന്നും PP ദിവ്യയെ സാധൂകരിച്ചുമാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ നാം കേട്ടത്. അതായത് ഇവിടെ കേരള സമൂഹത്തിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കകൾക്കൊന്നും തന്നെ ഈ പറയുന്ന ജില്ലാ സമ്മേളനത്തിൽ ഒരു സാധൂകരണവും ഉണ്ടായില്ല. അവർ അവരുടെ പാർട്ടി അണികളെ, അല്ലെങ്കിൽ അവർ പാർട്ടി അണികളെയല്ല, അവർക്ക് സംരക്ഷിക്കേണ്ട ആൾക്കാരെ അവർ സംരക്ഷിച്ചു നിർത്താനായി നോക്കി. ഒരു വേള കപടമുഖം കാണിച്ച മലയാലപ്പുഴ മോഹൻ എന്ന ആ നേതാവ് പറഞ്ഞത് പാർട്ടിക്കെതിരെ ആയിപ്പോയി. അതായത് PP ദിവ്യയെ പാർട്ടിയിലെ പത്തനംതിട്ടയിലെ ആൾക്കാർ ഒറ്റപ്പെടുത്തി, ഒരു കേഡർക്ക് തെറ്റുപറ്റിയാൽ ആ കേഡറെ ചേർത്ത് നിർത്തണ്ടേ എന്നാണ് ഗോവിന്ദൻ ചോദിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കൂട്ടി വായിക്കാനുള്ളത്? ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഓരോ ദിവസം കഴിയും തോറും ഈ മരണവുമായി, നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വേട്ടക്കാരന്റെ ഒരു കപട മുഖമാണ് അവർ പിന്നെയും കാണിക്കുന്നത്. ഇന്നലെയും ഗോവിന്ദൻ പറഞ്ഞു, ഞങ്ങൾ കുടുംബത്തോട് ഒപ്പമാണ്. ഇവിടുന്ന് കണ്ണൂർ ചെല്ലുമ്പോൾ PP ദിവ്യയ്ക്ക് ഒപ്പമാവുകയും ചെയ്യും. എന്ത് സംസ്ഥാന സെക്രട്ടറിയാണ് ഓന്തിന് നിറം മാറുന്നത് പോലെയുള്ള സംസ്ഥാന സെക്രട്ടറി? ഇനി ഇതെങ്ങനെ ഇരിക്കട്ടെ, ഇതൊരു സാമൂഹിക വിഷയം. ഇനി ഒരല്പം സംഘടന കാര്യം പറയാം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഉദയഭാനു വരുമോ അതോ രാജു എബ്രഹാം വരുമോ? ഈ സമ്മേളനം തുടങ്ങുമ്പോൾ അനന്തഗോപൻ എന്ന അവരുടെ മുതിർന്ന നേതാവ് പതാക ഉയർത്തും എന്ന് പറഞ്ഞു. എങ്കിലും അനന്തഗോപൻ അതിന് ഉദ്ഘാടനം ചെയ്യാൻ സമയത്തെത്തിയില്ല. അപ്പോൾ രാജു എബ്രഹാമാണ് കൊടി ഉയർത്തിയത്. അവിടെ മുതൽ തന്നെ കല്ലുകടി ആരംഭിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രാജു എബ്രഹാം ചിലപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ട്. ഏതായാലും പത്തനംതിട്ട തോമസ് ഐസക് എന്ന ഒരു പ്രമുഖ പാർട്ടിയുടെ CC മെമ്പറെ ലോകസഭയിൽ തോൽപ്പിച്ച ഒരു ജില്ലാ ഘടകമാണ്. ആയതുകൊണ്ട് തന്നെ ആരെയൊക്കെ ഇനി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും. ഉദയഭാനു തന്നെ തിരിച്ച് ഒന്നുകൂടെ സെക്രട്ടറി ആകുമോ? ഉദയഭാനു എല്ലാ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്കും പ്രിയപ്പെട്ട ഒരു നേതാവാണ്, പൊതുവെ സമ്മതനായ ഒരു നേതാവാണ്. എങ്കിലും ഇപ്പോൾ പാർട്ടിയിൽ
MLA യോ MP യോ ഒന്നുമല്ല പാർലമെന്ററി സ്ഥാനങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ രാജു എബ്രഹാമിനെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പത്തനംതിട്ടയിലെ നായർ കമ്മ്യൂണിറ്റി പോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പാർട്ടിയുടെ ചുമതല ജില്ലാ സെക്രട്ടറി ആക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ നടന്ന പാർട്ടി പത്തനംതിട്ട സമ്മേളനത്തിൽ ദല്ലാളുമായുള്ള EP-യുടെ ബന്ധം അതൊക്കെ ആ വിഷയമൊക്കെ ഏതായാലും ഇനി വരാൻ പോകുന്ന എല്ലാ സമ്മേളനങ്ങളും EP-യും പിണറായിയും ഒക്കെ ചർച്ചയാകാൻ തന്നെ സാധ്യതയുണ്ട്. ഏതായാലും പാർട്ടിയിലെ കേഡർ പാർട്ടിയിലെ മറ്റ് ഈ പറയുന്ന പ്രതിനിധികൾക്ക് ഒരു വേള അവരുടെ മനസ്സിൻ്റെ വീർപ്പുമുട്ടൽ തുറന്നു കാട്ടാൻ ഒരു അവസരം കിട്ടും. പക്ഷേ ഇതൊന്നും പാർട്ടിയെ നന്നാക്കാനായി പോകുന്നതൊന്നുമില്ല. ഏതായാലും പത്തനംതിട്ടയിൽ നടന്ന ഈ സമ്മേളനത്തിൽ അറിഞ്ഞോ അറിയാതെയോ തന്നെ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് ഒരു വിമർശനവും വന്നതായി നാം കേട്ടില്ല. വീണ ജോർജ് ആ സമ്മേളനത്തിൽ അത്യന്തം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അവരെക്കുറിച്ച് ഒന്നും തന്നെ ആരോഗ്യമന്ത്രി പരാജയമാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും MP ഗോവിന്ദന് ഇനി അങ്ങോട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളൊക്കെ തന്നെയും ഈ പത്തനംതിട്ടയിൽ നൽകുന്ന പാഠം ഒരു തികഞ്ഞ ഒരു ചോദ്യചിഹ്നമായി. പത്തനംതിട്ട നിരവധി ചോദ്യങ്ങൾ ഒളിക്കുകയും നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ ചോദിക്കേണ്ട കേരള സമൂഹത്തിന് ആവശ്യം വേണ്ട, അതായത് നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് വേണ്ട, കേരള സമൂഹത്തിന് വേണ്ട ഒരു സപ്പോർട്ടും ഒരു കാര്യവും ആ കുടുംബത്തിന് വേണ്ട സപ്പോർട്ടൊന്നും തന്നെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായില്ല. പതിവ് പോലെ കപടമുഖം തന്നെ ഗോവിന്ദൻ കാണിച്ചു. ഏതായാലും അവരുടെ സംഘടനാ കാര്യങ്ങൾ അവരുടെ വഴിക്ക് പോകട്ടെ, ആരോ ജില്ലാ സെക്രട്ടറി ആകട്ടെ, ആരെങ്കിലും ആകട്ടെ എന്നിരിക്കലും ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിലെ താല്പര്യരായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന സെക്രട്ടറി ആരാകും അല്ലെങ്കിൽ അവരുടെ സംഘടനാ വിഷയങ്ങൾ ഒക്കെ നാം ഇവിടെ പറയുന്നത്. ഏതായാലും പത്തനംതിട്ട ജില്ലാ സമ്മേളനം CPM-നെ പെരിയ ആ ഇരട്ടക്കൊലയുടെ വിധി വന്ന ആ ദിവസങ്ങളിൽ തന്നെ നടന്നത് ഒരു ഇൻസിഡൻസ് ആകാം. ഇനി പത്തനംതിട്ട കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ആലപ്പുഴ പോകുമ്പോൾ കടുത്ത വിഭാഗീയതയുടെ ഒരു വീർപ്പുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സമ്മേളനമായിരിക്കും ആലപ്പുഴ. ഏതായാലും അസ്തമിക്കാൻ പോകുന്ന അസ്തമയ സൂര്യന് വളരെ പ്രഭ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പാർട്ടിയുടെ അസ്തമനം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് തന്നെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ അതായത് ഇടത് നിരീക്ഷകർക്ക് കാണാനാകുന്നത്. നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. ആലപ്പുഴ എന്ത് സംഭവിക്കും, മലപ്പുറത്ത് എന്ത് സംഭവിക്കും, വയനാട് എന്താകും. ഇങ്ങനെ ജില്ലാ സമ്മേളനങ്ങൾ ഒക്കെ കഴിയുമ്പോൾ ഈ പാർട്ടി ഒരു ചെതലരിച്ച ഒരു പേപ്പർ കഷ്ണം പോലെ പൊടിഞ്ഞു പോകുമോ എന്നുള്ളത് കൂടെ കാണേണ്ടി വരും ഈ പറയുന്ന രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരള സമൂഹം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പത്തനംതിട്ട സമ്മേളനത്തിൽ നമുക്ക് വേണ്ട അല്ലെങ്കിൽ നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിനുണ്ടായ ആപത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ചർച്ചയായില്ല എന്ന് തന്നെ നമുക്കിവിടെ പറയാം. നന്ദി, നമസ്കാരം.